ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വൈകുന്നേരം ഞാനും ഗോപികയും കൂടി കുറച്ചൊന്ന് പുറത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്നതാണ്. ശരിക്കും ലുലുവിലോ വേറെ എവിടെയും പോകാനുള്ള ടൈമില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഒന്ന് ആ ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാനും അവളോട് ഇറങ്ങിയതാണ്. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ച പുതിയ സ്റ്റോക്കായിരിക്കുമല്ലോ എന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നതാട്ടോ ഞാനും അവളും കൂടി. ഇപ്പോൾ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. അവിടെ 4 മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു 6:30 മണിയായി. അപ്പോൾ അകത്തേക്ക് കയറുന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ ലേഡീസിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. എല്ലാ ഡ്രസ്സുകളും എല്ലാ ലേഡീസിൻ്റെതും ബെഡ്ഷീറ്റുകളും പിന്നെ ജെൻസിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ ചെപ്പൽസും എല്ലാം അവിടെ ഉണ്ട്. ചെറിയൊരു ഷോപ്പാണ്. പക്ഷേ എല്ലാ ഐറ്റംസും അവർ ഉൾക്കൊള്ളിച്ച് കൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും പിന്നെ ഗോപിക പറഞ്ഞു അവൾക്കും ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളും വന്ന് കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് സെലക്ഷൻസ് ഒന്നുമില്ല. എങ്കിൽ പോലും ഉള്ള സെലക്ഷൻസ് എല്ലാം നല്ലതായിരുന്നു. എല്ലാം സെറ്റോട് കൂടിയുള്ള സൽവാർ സെറ്റുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത് നോക്കി പോയതല്ല, ഞങ്ങൾ ടോപ്പ് നോക്കി പോയതാണ്. ഒരു ഷോർട്ട് ടോപ്പ് നോക്കി പോയതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഡ്രസ്സ് അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉള്ളത് മുഴുവൻ സെറ്റോടെ ഉള്ളതായിരുന്നു. എങ്കിലും ഞങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എല്ലാം വെച്ചൊക്കെ നോക്കി. എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു കൂടുതലും. പക്ഷേ നമുക്കെല്ലാം സൈസ് വലിയ സൈസുകളായിരുന്നു കേട്ടോ. XL, XXL ഒക്കെ ആയിരുന്നു. ഞാനും അവളും കുറേ എടുത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. കാര്യം കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉള്ളതെല്ലാം നല്ല വിൻ്റർ സീസണിലേക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഗോപികയും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം അവൾക്ക് പുതിയ ജോബിന് ജോയിൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് കളർഫുൾ ഡ്രസ്സുകളൊക്കെ കുറച്ച് വേണമായിരുന്നു. അപ്പോൾ അവളും കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ജെൻസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വന്നു. ജെൻസിനും കളക്ഷൻസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നോക്കിപ്പോയ ടോപ്പ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് അത് തിരക്കി പോയി. ശരിക്കും എല്ലായിടത്തും വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്ററിന് ഇടുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഉള്ളത്. അല്ലാതെ നമ്മൾ അന്വേഷിച്ച് പോയ ഡ്രസ്സുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയില്ല അവിടെ നിന്നൊന്നും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ തിരച്ചിലങ്ങ് അവസാനിപ്പിച്ചു. ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പരിപാടിക്ക് പോകാനായിട്ടായിരുന്നു. പിന്നെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ ചായ കുടിക്കാനായിട്ടങ്ങ് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബ്രൗണീസ് എന്ന് പറയുന്നൊരു കടയിലാണ് ചായ കുടിക്കാൻ പോയത്. ഈ ബ്രൗണീസിലെ എല്ലാ ഐറ്റംസിനും നമ്മുടെ നാട്ടിലെ ടേസ്റ്റാണ് കേട്ടോ. പപ്സിനായാലും അതുപോലെ തന്നെ ബർഗർ, സാൻഡ്വിച്ച് എല്ലാ ഐറ്റംസിനും ഇവിടെ ബർത്ത്ഡേക്ക് കേക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ല ഷോപ്പാണ് കേട്ടോ. ഉണ്ണിയപ്പമൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാം നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ചായയും ചായക്കടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. അതുപോലെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. മുറുക്ക്, ചിപ്സ്, കപ്പലണ്ടി, അങ്ങനെ നാട്ടിൽ നമ്മുടെ ഒരു ചെറിയ കടയിൽ ബേക്കറിയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടും. അത് നല്ല ടേസ്റ്റുമാണ്. ഞങ്ങൾ ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ കല്യാണിക്കൊരു കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണിക്ക് കേക്കും 2 ചായയും 2 പരിപ്പ് വടയുമാണ് എടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കല്യാണി ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. കാര്യം അവൾക്കത് എടുത്തിട്ട് വരുന്നില്ല. എന്നാലും ഞാൻ എടുത്തു കൊടുക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. അവൾ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. കല്യാണിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഇവരെപ്പോഴും അകത്ത് തന്നെ റൂമിൽ തന്നെ അല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീക്കെൻഡുകളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാത്രമേ ഇവരെ പുറത്തിറക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഫുഡിങ്ങിലേക്ക് കടന്നു. ഞാൻ അവിടെ ഇരുന്ന് സോസ് എടുത്തിട്ട് ഒഴിച്ചിട്ട് അതിൽ ചിക്കൻ ബർഗറല്ലല്ലോ സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഈ സാൻഡ്വിച്ച് കഴിക്കുന്നത്. ഞാൻ കൂടുതലും പപ്സാണ് കഴിക്കുന്നത്. കാര്യം എനിക്ക് നാട്ടിലുള്ള അതേ ടേസ്റ്റുള്ള പപ്സ് എനിക്കിവിടെ മാവുപുള്ളയിൽ ഇവിടെ മാത്രമേ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. നല്ലതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരിപ്പ് വട കഴിച്ചു. പരിപ്പ് വട ഞാൻ നേരത്തെയും കഴിച്ചിട്ടുണ്ട്. പരിപ്പ് വട അടിപൊളിയായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഗ്രാൻഡ് ഉണ്ട് കേട്ടോ. ഗ്രാൻഡിൻ്റെ പുറത്ത് ഇങ്ങനെ ഇതേപോലൊരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100 ഫിൽസിൽ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഇത് പിടിച്ച് തിരിക്കണം. ഇത് പിടിച്ച് തിരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ഈ ബോളിലാക്കി കൊടുത്ത് വിടും. പിള്ളേരെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണ് ശരിക്കും. അങ്ങനെ അത് എന്തായാലും കല്യാണിക്ക് ചെയ്യണമെന്ന് നേരത്തെ അവിടെ കിടന്ന് വാശി പിടിച്ചു. ഗോപിക കൊണ്ടുപോയി അത് ചെയ്യിക്കുന്നതാണ് കേട്ടോ. അപ്പം അവൾക്ക് കിട്ടിയത് എന്ത് ഗിഫ്റ്റാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എന്താ ഇവൾക്ക് കിട്ടിയെന്ന് കാണിച്ചു തരാം കേട്ടോ.
കിട്ടിയതൊരു വിസിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.